വെൽക്കം ടു ചാനൽ. അപ്പം നമ്മുടെ എന്തായാലും നമ്മുടെ ലോക്ക്ഡൗണും സംഭവങ്ങളൊക്കെ തുറന്നു. അപ്പോൾ നമുക്ക് ഇനി മെയിനായിട്ട് ആവശ്യമുള്ള സാധനം എന്താണ്? നമ്മുടെ മാസ്ക് തന്നെയാണ്. നല്ലൊരു ക്വാളിറ്റി മാസ്ക്. പിന്നെ പോരാത്തതിന് നമുക്കറിയാം ഇപ്പോൾ ഡബിൾ മാസ്കിങ്ങിൻ്റെ ഒരു സംഭവമാണ് വെച്ചാൽ എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടി ഡബിൾ മാസ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ആക്ച്വലി വരുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് നമ്മുടെ വൈറസ് വ്യാപകം കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മാസ്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മുടെ ഫിൽട്രേഷനും അതുപോലെ നമ്മുടെ സേഫ്റ്റിയും കൂടുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നൊരു G1 വണ്ടർ മാസ്ക് ഒരു മാസ്കാണിത്. ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ്. ഇതിൻ്റെ വേൾഡ് ഫസ്റ്റ് ഗ്രാഫൈൻ സിൽവർ നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളൊരു മാസ്കാണിത്. ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഒരു റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായിട്ട്. ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആയ കാരണം ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതിൽ നമുക്ക് മറ്റേ ബാക്കിയുള്ള ഫീച്ചറുകളൊക്കെ സെയിം തന്നെയാണ്. നമുക്ക് 30 വാഷ് വരെ ഉപയോഗിക്കാം. അതുപോലെ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ആൻറ്റി മൈക്രോബിയലാണ്. അതുപോലെ എന്താ വെച്ചാൽ കോവിഡ് വൈറസ് ഒക്കെ വന്ന് ഇതും ഇരുന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ചത്തു പോകും. എന്ന് വെച്ചാൽ അത് നാനോ ടെക്നോളജി സിൽവർ നാനോ ടെക്നോളജി കോട്ടിംഗ് ഉള്ളതാണ് നമ്മുടെ ഈ മാസ്കിൻ്റെ ഈ ഫ്രണ്ട് കവറിൽ. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ സെയിം ആണ്. നമുക്ക് ഭയങ്കര ബ്രീത്തബിളാണ്, ഭയങ്കര കംഫർട്ടബിൾ സംഭവങ്ങളാണ്. അതുപോലെ വാഷബിളാണ്, 30 വാഷ് വരെ ഉപയോഗിക്കാം. ഇത് നമ്മുടെ കളറുകൾ അങ്ങനെ ഒരു ബ്ലൂവും അങ്ങനെ 2-3 കളേഴ്സേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇതിൻ്റെ നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഇടാം. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കാം. അതുപോലെ ഇത് ബ്ലൂ എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇത് XL സൈസാണ്. എന്ന് വെച്ചാൽ ഫേസ് വലുതവർക്ക് എനിക്ക് XL സൈസ് വേണ്ടി വരും. എന്തായാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തിട്ട് സംഭവങ്ങളൊക്കെ ക്വാളിറ്റി വൈസ് ഒക്കെ നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാനൊന്നും മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ലിങ്ക് എല്ലാ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഇട്ടാൽ അതൊന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ വീഡിയോക്ക് പോകാം. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ മാസ്കിൻ്റെ എന്താ പറയുക പാക്കേജിംഗ് ആണ് ഈ കാണുന്നത്. G1 വണ്ടർ മാസ്ക് കിട്ടുന്നത്. പാക്കേജിങ് സൂപ്പർ പാക്കേജിംഗ് ആണ്. വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി പാക്കേജിംഗ് ആണ്. പിന്നെ വേൾഡ് ഫസ്റ്റ് കൊറോണ കില്ലിംഗ് ഗ്രാഫൈൻ സിൽവർ നാനോ ടെക്നോളജി എഴുതിയിട്ടുണ്ട്. അതുപോലെ ദാറ്റ് കിൽസ് ഇൻസ്റ്റൻ്റ്ലി 99% കോവിഡ് വൈറസ് എഴുതിയിട്ടുണ്ട്. പാറ്റൻറ്റ് പെൻഡിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ആൻറ്റി മൈക്രോബിയൽ ബ്രീത്തബിൾ 99% BFE വാഷബിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നാനോ മാട്രിക്സ് മെറ്റീരിയലിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഗ്രാഫൈൻ ഇൻസൈഡ് സ്റ്റൈലോ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ NM ഗ്രാഫൈൻ സിൽവർ നാനോ ടെക്നോളജി ടെസ്റ്റഡ് ഓൺ കോവിഡ് വൈറസ് അറ്റ് NABL സർട്ടിഫൈഡ് ലാബ് എന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടെസ്റ്റഡ് അറ്റ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ലാബ്സ് ആസ് പെർ ISO 2743 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോൾ സൈഡിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പടം നമുക്കിവിടെ ജസ്റ്റ് കാണാം. പിന്നെ ടിയർ ഓപ്പണിംഗ് ഫുഡ് ടു സ്റ്റാർട്ട് കില്ലിംഗ് മൈക്രോബ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് അബൌട്ട് ഗ്രാഫൈൻ എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ട്. എഡ്ജസ് ഓഫ് ഗ്രാഫൈൻ ആക്ട് ആസ് എ സീരീസ് ഓഫ് ഇലക്ട്രിക്കലി ചാർജ് ഷാർപ്പ് ആറ്റോമിക് തിൻ ബ്ലേഡ്സ് പോലെയാണ്. വെൻ എ ബാക്ടീരിയ ഓർ വൈറസ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് ഗ്രാഫൈൻ എഡ്ജസ് ഇറ്റ് ഡിസ്ട്രോയ്സ് ഔട്ടർ ഹോൾസ് ആൻഡ് കിൽസ് മൈക്രോ. അതാണ് സംഭവം. അങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുന്നതാണ് അവർ ഇരിക്കുന്നത്. പിന്നെ ഹൗ ഇറ്റ് വർക്ക്സ് ആണ് ഇവിടെ ഒരു പടവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡു യു നോ ഗ്രാഫൈൻ ഇസ് എ വണ്ടർഫുൾ മെറ്റീരിയൽ റിഗാർഡഡ് ആസ് എ മൈൽ സ്റ്റോൺ ഓഫ് ദി വേൾഡ് ഓഫ് ദി മെറ്റീരിയൽ സയൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ കുറച്ച് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. മാനുഫാക്ചർ ഡേറ്റ് November 2020 ആണ്. MRP വരുന്നത് 299 ആണ് വരുന്നത്. ഇതിൻ്റെ സൈസ് കിഡ്സ് വരുന്നുണ്ട് മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ്. ഇത് XL ആണ് കേട്ടോ. പിന്നെ ബ്ലൂവും ബ്ലാക്കുമാണ് കളർ വരുന്നത്. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. പിന്നെ അതിന് മുമ്പ് നമുക്ക് പാക്കേജ് ആൻഡ് മാർക്കറ്റഡ് ബൈ ഒരു ബാംഗ്ലൂരിലത്തെ ഒരു കമ്പനിയാണ്. അപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. മേക്ക് ഇൻ ഇന്ത്യയുടെ പടം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. നല്ല ടൈറ്റാണ്. നമുക്ക് എന്തായാലും ഇത് ഉപയോഗിക്കാം. ഇതിൽ നമുക്ക് കത്തരയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കത്തര എൻ്റെ കയ്യൊക്കെ പോയി തന്നെ. ഇതിൽ എവിടെയാണ്ടാണ് ഒരു ഇതുണ്ട്. ഇതിൽ സിസർ എവിടെ പോയോ? ഇതാണോ? അല്ല, എന്തായാലും നമുക്ക് ഇതോടെ കട്ട് ചെയ്യാം. നല്ല മൂർച്ചയാണ്, അതൊന്നും കുഴപ്പമില്ല. അയ്യോ, ഇത് നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ഈ മുകളിൽ മാത്രം കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പാക്കേജിങ് അവർ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇടിയോട്ട് പാക്കേജിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ആയിട്ട് G1 വേൾഡ് ഫസ്റ്റ് കൊറോണ കില്ലിംഗ് ഗ്രാഫൈൻ സിൽവർ ടെക്നോളജിൻ്റെ ഒരു ബുക്ക്ലെറ്റ് പോലെ ഒരു സംഭവം തന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഹൗ ഇറ്റ് വർക്ക്സ് അതിൻ്റെ അവർ പിന്നെയും കൊടുത്തിട്ടുണ്ട്. ഡിസ്ട്രോയ്ഡ് 99% ഓഫ് കൊറോണ വൈറസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കിൽസ് 99% ബാക്ടീരിയ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല സംഭവമാണ് വെച്ചാൽ ബാക്ടീരിയനെ കില്ലിനെ പരിപാടിയാണെങ്കിൽ നല്ലതാണല്ലോ. മാസ്കിന്ന് നമുക്ക് പകരില്ല, അങ്ങനത്തെ ഒരു നല്ല കാര്യമുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. മാസ്ക് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും പാക്കേജിൽ നിന്ന് എടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും വെച്ചൊക്കെ നോക്കണം. എന്തായാലും മാസ്ക് കാണാൻ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ കൈൻഡ്ലി യൂസ് ദ ബാക്ക് ഓഫ് ദ ഫ്ലാഗ് ടു റൈറ്റ് യുവർ ഇനീഷ്യലൈസ് ഐഡൻറ്റിഫയർ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് മാസ്ക് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒരു ബ്ലൂ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്ലാക്കും ഉണ്ടായിരുന്നു ഇതിൻ്റെ. പിന്നെ ബാക്കിൽ നെക്ക് ഇട്ടുള്ള ടൈപ്പ് ഒരു
കേബിളല്ല നമുക്ക് ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്യുന്ന ടൈപ്പ് സംഭവമാണ് ഇതിൻ്റെ കൊടുത്തേക്കുന്നത് ബാക്കിലായിട്ട്. എന്നാലും നമുക്ക് എന്തായാലും ഇത് ഞാൻ ഫ്രണ്ട് സൈഡ് നമുക്ക് എന്തായാലും കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കാണേണ്ടത് നമുക്കൊന്ന് വെച്ച് നോക്കാം. ഗ്രാഫൈൻ സൈഡ് നമുക്ക് TM കൊടുത്തിട്ടുണ്ട് ട്രേഡ് മാർക്ക്, അതുപോലെ GIൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു മെറ്റൽ നാപ്പ് തന്നെയാന്ന് തോന്നുന്നു. മെറ്റൽ ആട്ടോ, അത് ഫൈബർ തന്നെയാണെന്ന് വെച്ചാൽ പൊട്ടാൻ ചാൻസ് ഇല്ല, ഇത് ഫൈബറാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ എടുത്ത് കളയാം. എന്തായാലും നമുക്ക് എന്തായാലും ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ മാസ്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മാസ്ക്. നമുക്ക് ഞാൻ എന്തായാലും ഇത് വെച്ച് നോക്കാം. അപ്പോൾ ഇത് സിംഗിൾ സംഭവമേ ഉള്ളൂ, അതുകൊണ്ട് വെക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും വെച്ച് നോക്കട്ടെ ഒന്ന്. ഫുൾ കവറിങ് വരുന്നുണ്ട്. നമുക്കിത് ടൈറ്റാക്കാം. അപ്പോൾ നല്ല ടൈറ്റാക്കാനും നല്ല സുഖമാട്ടോ. അതായത് നമുക്ക് ഇവിടെ ഇത് ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. അത്യാവശ്യം നല്ല സൈസ് കൂടി XL ആയതുകൊണ്ടായിരിക്കാൻ ചാൻസ്. എന്താ വെച്ചാൽ എനിക്ക് ഇവിടെയൊക്കെ അത്യാവശ്യം ലൂസാണെന്ന് വെച്ചാൽ സൈസ് കുറച്ച് വലുതായി പോയി. അപ്പോൾ നിങ്ങൾ XL എടുക്കാണ്ടിരിക്കുക, മാക്സിമം L എടുത്താൽ മതിയിട്ടോ. എന്താ ഉണ്ട് ഫുൾ കവറിങ് വരുന്നുണ്ട്, പക്ഷേ ഇവിടെയൊക്കെ ചെറുതായിട്ട് ലൂസാണ്. പക്ഷേ ഇവിടെ കുഴപ്പമില്ല ലൂസായാലും, പക്ഷേ ഇവിടെ എക്സ്ട്രാ വരുന്ന നിൽക്കുന്നുണ്ട് വെച്ചാൽ അത്രയ്ക്കും വലുതാ സംഭവം. അപ്പോൾ ഒരു L എടുത്താൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അഡൾട്ട് എല്ലാവർക്കും സെയിം ആയിരിക്കും, കറക്റ്റ് സൈസ് ആയിരിക്കും തോന്നുന്നു. എന്ന് വെച്ചാൽ എനിക്കിത് കുറച്ച് വലുതാണ്. അപ്പോൾ എൻ്റെ അത്യാവശ്യം വലിയ സൈസാണ് എന്നിട്ടും, പക്ഷേ എനിക്ക് വലുതാണ്. അപ്പോൾ XL എടുത്താൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സൈസ് കൂടിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ L എടുത്താൽ മതി. ബാക്കി എല്ലാത്തിലും നല്ല കംഫർട്ടബിൾ തന്നെയാണ്. വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് പോലെയുണ്ട്. ബാക്കിയെല്ലാം കൊണ്ടും മറ്റേ നോർമൽ പോലെ നമ്മുടെ ബാക്കിലത്തെ ഈ ബാൻഡായാലും സിംഗിൾ ബാൻഡാണ്. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വെയിറ്റ് വരുന്നില്ല, എന്ന് വെച്ചാൽ ഒരു വലിയ വരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിളാണ് രണ്ടെണ്ണത്തിനായിട്ടും. പക്ഷേ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്, ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വെച്ചുകൊണ്ടിരിക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാസ്ക് നോക്കാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് കോവിഡ് എന്താ പറയുക കില്ലിങ് മാസ്ക് എന്നാണ് സംഭവം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വന്നിട്ട് നമ്മൾ കൈ തൊട്ടിട്ട് ഇങ്ങനെ പ്രോബ്ലം ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ വൈറസ് ചത്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തൊട്ടാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. മാസ്ക് മുന്നേ നമുക്ക് തൊട്ടിട്ട് സല്ലിക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നല്ല മാസ്ക് തന്നെയാണ്. റേറ്റും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, നമ്മൾ നോർമൽ ഡെറ്റോളിൻ്റെ മാസ്കിൻ്റെ ആ റേഞ്ച് റേറ്റിനേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറയാം, ഇപ്പോൾ തേർഡ് വേവും സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു മാസ്ക് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കാവുന്ന മാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി നല്ലതായിട്ട്. അപ്പോൾ ഞാൻ വേറെ 2-3 മാസ്ക് ഇതും കൂടി വാങ്ങിയാലെന്ന് ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 കളർ അവൈലബിൾ ഉള്ളൂ, അങ്ങനത്തെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. കുറച്ച് ഫാൻസി കളേഴ്സും സംഭവങ്ങളൊന്നും ഇല്ല, ആകെ ബ്ലാക്കും ഈ ബ്ലൂവും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.